എന്താ ബാബു ഒരു വിഷാദം? നമ്മുടെ കല്യാണം കുറച്ച് നീണ്ടു. എന്റെ ജോലി ഇതുവരെ ശരിയായിട്ടില്ല. സാരമില്ല. ഉഷേ, നീ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഇതെന്ത് ചോദ്യമാ ബാബു? ജോലി ഉടനെ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ കാത്തിരിക്കും. ജോലി കിട്ടിയാൽ ഉടൻ കല്യാണം. എന്താ? കുട്ടിയിരുന്ന് കരയുന്നോ? അനുഭവിച്ചോ അനുഭവിച്ചോ? എന്തിനാ പാവത്തിനെ ഇങ്ങനെ കുത്തി നോവിക്കുന്നത്? പാവമായിട്ടാണ് ഈ നാളെ കണക്ക് വരുത്തിയത്. അവൾ എന്ത് തെറ്റ് ചെയ്തു? ഒരാളെ സ്നേഹിച്ചു, അത്രയല്ലേ ഉള്ളൂ. സ്നേഹിച്ചു പോയി. ഞാൻ അന്നേ പറഞ്ഞതാ, ആരെയും വിശ്വസിക്കരുത് വിശ്വസിക്കരുത് എന്ന്. കേട്ടോ, അവന്റെ താടിയും മോടിയും കണ്ടപ്പോ അവന്റെ കയറ്റി തൂങ്ങി തിരിച്ചാടി നടന്നു. എന്തുകൊണ്ടാ? അവളിവിടെ ചെലവിന് വരുന്നുണ്ടല്ലോ, ആ ധിക്കാരം. മനസ്സിലായോ? ദൈവത്തിന് പുറക്കാത്ത വാക്ക് നിങ്ങൾ പറയരുത് കേട്ടോ. എനിക്ക് നാലാളുടെ മുഖത്ത് നോക്കാൻ വയ്യാതായടി. നിങ്ങൾക്ക് അത്ര വലിയ നാണക്കേടാണെങ്കിലേ അവളെ അങ്ങ് കൊന്നുകള. കൊന്നിട്ടെന്താ കാര്യം? ഒരാൾ നാളെ വന്നു കഴിഞ്ഞില്ലേ? ഇങ്ങനൊരു മനുഷ്യൻ. മോൾ സമാധാനപ്പെടും. എന്താ ഇത്? അയ്യോ കാണിക്കുന്നോ? ബാബു വേറെ കല്യാണം കഴിച്ചതിന് ഉഷ എന്തിനെ ആത്മഹത്യക്ക് ഒരുങ്ങുന്നത്? നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കില്ലെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ബാബു എന്റെ സ്നേഹിതനായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാതെ മനസ്സ് വെച്ചു. അതിപ്പോ പറയാം. ഞാൻ ഉഷയെ സ്നേഹിക്കുന്നു. സംസാരിക്കരുത്. സംസാരിക്കും. സംസാരിച്ചേ പറ്റൂ. ബാബു നീ ചേരില്ല, പക്ഷേ ഞാനും നീ ചേരും. നീ എന്റെ കൂടെ ഒറ്റയ്ക്ക് അശ്മിക്ക് ഇവിടെ? ദയവായി എന്നോടൊന്നും ചോദിക്കരുത് പ്ലീസ്. വരൂ, ഞാൻ വീട്ടിൽ കൊണ്ടുവരാം.
ഉഷ പോയിക്കണം തുടങ്ങിക്കോ. ഉഷേ, മോൾ ഇവിടെ ഇരിക്കുകയായിരുന്നോ? ഞാനങ്ങ് പേടിച്ചു പോയി. എന്തിനാ മോളെ കരയുന്നത്? കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി അത് ഓർത്ത് ദുഃഖിച്ചിട്ട് എന്താ കാര്യം? എല്ലാം മറക്കാൻ ശ്രമിക്കും. എങ്ങനെ മറക്കാനാണ് അമ്മേ? ഈ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം എനിക്കൊന്നും മറക്കാൻ കഴിയില്ലമ്മേ. കഴിയണം. മറക്കേണ്ടത് നമ്മൾ മറന്നേ പറ്റൂ. മറക്കാൻ ഒരു വഴിയേ ഉള്ളൂ, ജീവിതം അവസാനിപ്പിക്കുക. അതിനുള്ള അനുവാദം പോലും ദൈവം എനിക്ക് തന്നില്ലമ്മേ. മോളെ, നീ എന്താ പറഞ്ഞത്? ജീവിതം അവസാനിപ്പിക്കുമെന്നോ? എങ്കിൽ നീ അമ്മയെ ആദ്യം കൊല്ല. അമ്മേ, നീ ഇല്ലെങ്കിൽ ഒരു നിമിഷം പോലും അമ്മ ജീവിച്ചിരിക്കുമെന്ന് നീ വിചാരിച്ചോ? നിനക്ക് ഈ അമ്മയെ ഇനിയും മനസ്സിലായിട്ടില്ലല്ലോ. ആ മോളെ, വന്നുറങ്ങ്. ഈശ്വരൻ നിന്നെ രക്ഷിക്കും. ദാ. ഉഷയുടെ അച്ഛനായിരിക്കും. അതെ, ഉഷ എവിടെ? നല്ല സുഖമില്ല, കിടപ്പാണ്, പനി. മനസ്സിലായില്ല. എന്റെ പേര് ശ്രീകുമാർ എന്നാണ്. ഉഷ എവിടെ കിടക്കുന്നത്? ആ മുറിയിലാണ്. പറഞ്ഞു. വേണ്ട വേണ്ട, കിടന്നോളൂ. പനി കുറവുണ്ടോ? നല്ല തീ പോലത്തെ പനിയായിരുന്നു. ഇപ്പൊ ഒന്ന് വേർത്തു. ഡോക്ടറെ കാണിച്ചില്ലേ? ഇതേറെ കാണിച്ചില്ല. കാണിക്കണം. ഞാൻ ഓഫീസിൽ ചെന്ന ഉടനെ ഒരു ഡോക്ടറെ ഇങ്ങോട്ട് അയക്കാം. ഉഷ നല്ല റെസ്റ്റ് എടുക്കണം. എനിക്ക് ഓഫീസിൽ പോകാൻ നേരമായി. ഞാൻ വരട്ടെ. ആരാ മോളെ അത്? തുടങ്ങിയ നിങ്ങളുടെ ഒരു വിചാരണ. ഇനിയെങ്കിലും ആ പെണ്ണിനൊരു സ്വൈരം കൊടുക്ക്. ആരാ മോളെ അത്? തുടങ്ങിയോ നിന്റെ ഒരു വിചാരണ? ഇതെങ്കിലും അപ്പോഴൊരു സ്വയം കൊടുക്ക. ആ ആ ബ്ലഡ് റിപ്പോർട്ട് വന്നു. ടൈഫോയിഡാണ്. ടൈഫോയിഡോ? നഴ്സിംഗ് ഹോമിൽ അഡ്മിറ്റ് ചെയ്യണോ? വേണ്ട, ഷീ വിൽ ബി ഓൾറൈറ്റ്. താങ്ക് യു ഡോക്ടർ. ഐ വിൽ സീ. ഉഷയ്ക്ക് തീരെ സുഖമില്ലാഞ്ഞിട്ടല്ലേ സാർ വരാതിരുന്നത്? മനഃപൂർവ്വമല്ലല്ലോ. ഉഷയും കാത്ത് വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഞങ്ങൾ വേറെ ഡാൻസർ നിയമിച്ചു. ഉഷയ്ക്ക് ഇപ്പൊ പൂർണ്ണ സുഖമായി സാർ. എന്ന് വെച്ച് പുതിയ നടത്തിയെ പിരിച്ചേക്കാൻ പറ്റുമോ? ഉഷ റെസ്റ്റ് എടുക്കട്ടെ. ആരോഗ്യം വീണ്ടെടുക്കാൻ നൃത്തം ചെയ്താൽ നൃത്തവും നന്നാവില്ല, ശരീരവും നന്നാവില്ല. നൃത്തം കുറെ ചെയ്തതല്ലേ, അത് പോരെ?